നീ നിന്റെ ദേശത്തെ നശിപ്പിച്ച് നിന്റെ ജനത്തെ കൊന്നുകളഞ്ഞതുകൊണ്ട് നിനക്ക് അവരെപ്പോലെ ശവസംസ്കാരം ഉണ്ടാകയില്ല. ദുഷ്ടന്മാരുടെ സന്തതിയുടെ പേർ എന്നും നിലനിൽക്കയില്ല. യേശയ്യാ 14:20. മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി കുരിശിൽ മരിക്കുകയും മരണത്തെ ജയിച്ച് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. മലബാർ ജിഹാദിലെ വില്ലനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ 3ാമത്തെ വീഡിയോ ആണ് ഇത്. ആദ്യത്തെ 2 വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ അത് രണ്ടും കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ കൂടുതൽ ഗുണകരമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നാം അവസാനിപ്പിച്ചത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാതെ അണികളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് അവരെ കുരുതി കൊടുക്കുന്ന ഭീരുവായിരുന്നു എന്ന വസ്തുതയ്ക്കുള്ള തെളിവുകൾ നൽകിക്കൊണ്ടായിരുന്നുവല്ലോ. കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഈ തന്ത്രത്തിനെതിരെ അണികളിൽ അതൃപ്തി ഉണ്ടായപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പാണ്ടിക്കാട്ടുള്ള ഗൂർഖ പട്ടാളത്തിൻ്റെ ക്യാമ്പ് ആക്രമിച്ചതിനെക്കുറിച്ച് എം ഗംഗാധരൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ നാം കാണുകയുണ്ടായി. ഞാൻ പറഞ്ഞിരുന്നു അതൊരു വലിയ ട്രാജഡി ആയിരുന്നുവെന്ന്. മാധവൻ നായർ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിക്കാം. കിഴക്കൻ ഏറനാട്ടിലുള്ള പട്ടാളക്കാർക്കുണ്ടായിരുന്ന ക്യാമ്പുകളിലൊന്നായിരുന്നു പാണ്ടിക്കാട് ക്യാമ്പ്. അവിടെ ഒരു പഴയ ചന്തപ്പുരയുമുണ്ട്. അതിനുള്ളിലായിരുന്നു ഗൂർഖ പട്ടാളം താമസിച്ചിരുന്നത്. പട്ടാളത്തെ പെട്ടെന്ന് എതിർത്ത് നശിപ്പിക്കുവാൻ ലഹളക്കാർ തീർച്ചപ്പെടുത്തി. പട്ടാളക്കാരുമായി നേരിട്ടെതിർക്കുകയെന്നത് ലഹളക്കാർക്ക് സാധാരണ നയമായിരുന്നില്ലെങ്കിലും പട്ടാളക്കാർ ആലോചിക്കാതെയും ഒരുങ്ങാതെയുമുള്ള അവസരത്തിൽ ക്യാമ്പിനെ ആക്രമിച്ചാൽ അവരെ മുഴുവൻ നശിപ്പിക്കാമെന്ന് ലഹളക്കാർ ആശിച്ചു. അതിനായി കിഴക്കൻ ഏറനാട്ടിലെ ലഹളത്തലവന്മാരിൽ പ്രധാനികളായ കുഞ്ഞഹമ്മദ് ഹാജിയും ചെമ്പ്രശ്ശേരി തങ്ങളും യോജിച്ച് ഒരുങ്ങി. ഏകദേശം 3000 ലഹളക്കാരെ അവർ തങ്ങളുടെ കീഴിൽ ശേഖരിച്ചു അത്രേ. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത ശേഷം നവംബർ മാസം 15-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ സമയത്ത് പാറാവിൻ്റെ നിഷ്കർഷയും മറ്റും കുറയുന്ന തഞ്ചം നോക്കി ചന്തപ്പുരയുടെ 4 ഭാഗത്തു നിന്നും ലഹളക്കാർ വളഞ്ഞു പഴയ ചുമർ ഉന്തിമറിച്ചു. ലഹളക്കാർ അകത്ത് പ്രവേശിച്ച് പട്ടാളക്കാരോട് എതിർത്തു. ചന്തപ്പുരയുടെ അകത്തുണ്ടായിരുന്നത് പോലീസ് സൈന്യമോ വെള്ളപ്പട്ടാളമോ ആയിരുന്നുവെങ്കിൽ അവരിൽ ആരെങ്കിലും വന്ന് ശേഷിക്കുമായിരുന്നുവോ എന്ന് സംശയമാണ്. തോക്കെടുപ്പാനും തിര നിറപ്പാനും അണിയണിയായി നിൽപ്പാനും കൽപ്പന കൊടുപ്പാനും കേൾപ്പാനും ഒന്നിനും അതിലേർപ്പെട്ടവർക്ക് ഇടയുണ്ടായിരുന്നില്ല. പക്ഷെ ഗൂർഖ പട്ടാളത്തിന് തങ്ങളുടെ എതിരാളികളോട് എതിർക്കാൻ ഈ വക ഒരുക്കങ്ങളൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. കുക്രി എന്ന് പറയുന്ന ഒരുവിധം വളഞ്ഞ നീളം കുറഞ്ഞ വാളാണ് അവരുടെ ആയുധം. അതവർ എപ്പോഴും അവരുടെ ദേഹത്തിൽ ധരിച്ചിരിക്കും. ദ്വന്ദ്വയുദ്ധത്തിൽ കുക്രിധാരിയായ ഗൂർഖയെ ജയിപ്പാൻ ഈ ലോകത്തിൽ ആരുമില്ല. പുലർച്ചെ സമയമായതുകൊണ്ട് ഏതാനും പട്ടാളക്കാർ ദിനകർമ്മങ്ങൾക്കായി പുറത്തു പോയിരുന്നു. എങ്കിലും കുറേ പേർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഗൂർഖ പട്ടാളക്കാർ ആകെ 80 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ലഹളക്കാർക്ക് ഗൂർഖാസിൻ്റെ കുക്രി പ്രയോഗം തടുക്കാൻ കഴിഞ്ഞില്ല. പട്ടാളക്കാർ ലഹളക്കാരെ തലങ്ങും വിലങ്ങും വെട്ടി വീഴ്ത്തി. ഇത്ര ഭയങ്കരമായൊരു യുദ്ധം ഈ കലാപത്തിൽ മറ്റെങ്ങും ഉണ്ടായിട്ടില്ല. 230 ലഹളക്കാർ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. ലഹളക്കാർ തീരെ പരാജിതരായി ഓട്ടമായി. അപ്പോൾ പട്ടാളക്കാർ അവരുടെ നേരെ വെടി തുടങ്ങി. ആ വെടിയിൽ എത്ര പേർ മരിച്ചിട്ടുണ്ടെന്ന് പറയാൻ തരമില്ല. ഈ യുദ്ധത്തിൽ പട്ടാളക്കാരിൽ 3-4 പേർ മാത്രം മരിച്ചു. 34 ആളുകൾക്ക് മുറിവറ്റി. ക്യാപ്റ്റൻ ആവറിൽ എന്ന പട്ടാള ഉദ്യോഗസ്ഥന് കഠിനമായി മുറിവേൽക്കുകയും പിന്നീട് അയാൾ മരിക്കുകയും ചെയ്തു. സബ് ഇൻസ്പെക്ടർ അഹമ്മദ് കുട്ടി, അതായത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കൊന്നതായിട്ട് നാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ, ആ ഖാൻ ബഹാദൂർ ചേക്കുട്ടിയുടെ മകനാണ് ഈ ഇൻസ്പെക്ടർ അഹമ്മദ് കുട്ടി. ഹെഡ് കോൺസ്റ്റബിൾ ദാമോദര മേനോൻ, മജിസ്ട്രേറ്റ് കോർട്ട് ഹെഡ് ക്ലർക്ക് വേലു എന്നിവർക്കും മുറിവുകൾ പറ്റിയിരുന്നു. പാണ്ടിക്കാട് തപാൽ മാസ്റ്ററെ ലഹളക്കാർ പോകുന്ന വഴിക്കാണെന്ന് തോന്നുന്നു കൊല്ലുകയുമുണ്ടായി. ഈ യുദ്ധത്തോടുകൂടി കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ചെമ്പ്രശ്ശേരി തങ്ങളുടെയും ശക്തി ക്ഷയിച്ചുവെന്ന് തന്നെ പറയാം. പട്ടാളക്കാരുടെ ഉണ്ട വെള്ളമായി പോകുമെന്നും വെട്ട് ഫലിക്കയില്ലെന്നും ലഹളക്കാർക്കുണ്ടായിരുന്ന വിശ്വാസം അസ്ഥാനത്തിലാണെന്നും ഈ യുദ്ധം കൊണ്ട് ലഹളക്കാർക്ക് ബോധ്യപ്പെട്ടിരിക്കണം. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 248 മുതൽ 250 വരെയുള്ള ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഗൂർഖ പട്ടാളത്തിനെതിരെയുള്ള ഈ ആക്രമണത്തിലും കുഞ്ഞഹമ്മദ് ഹാജിക്ക് ഒരു പോറൽ പോലും ഏറ്റിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുതിട്ടാ. കാരണം ഇവിടെയും ഹാജിയാർ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുകയായിരുന്നില്ല. അണികളെ മുന്നോട്ടിറക്കി വിട്ട് അയാൾ സുരക്ഷിതമായ സ്ഥാനത്തിരുന്ന് സ്വന്തം തടി രക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് കുഞ്ഞഹമ്മദ് ഹാജിക്ക് ഒന്നും പറ്റാതിരുന്നത്.
ആദ്യം ഇവർ പൂക്കോട്ടൂർ വെച്ചിട്ട് മാപ്പിളമാരെ പട്ടാളത്തിൻ്റെ മുമ്പിലേക്ക് തള്ളിവിട്ടു. അന്ന് യന്ത്രത്തോക്കിൻ്റെ മുമ്പിൽ ഈയാമ്പാറ്റകളെ പോലെ പിടഞ്ഞു വീണപ്പോൾ മാപ്പിളമാർക്ക് മനസ്സിലായി ഇനി നേരിട്ടുള്ള യുദ്ധം നടക്കില്ല എന്ന്. പിന്നെ ഇവർ ഒരിക്കലും പട്ടാളത്തിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ പോയിട്ടില്ല. കൂടെയുള്ള അണികൾ തന്നെ തള്ളി പറയുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അറ്റകൈ പ്രയോഗം നടത്താൻ തീരുമാനിക്കുന്നത്. ഗൂർഖ പട്ടാളത്തിനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി പോയിട്ട് ആക്രമിക്കുക. അപ്പോൾ ആ ആക്രമണത്തിൽ ആ പട്ടാള റെജിമെൻറ്റിനെ മുഴുവൻ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അണികളുടെ മുമ്പാകെ തനിക്ക് നിലയും വരെയൊക്കെ വരും, നാം പറയുന്ന എല്ലാം കേൾക്കും, എല്ലാവരും അനുസരിക്കും എന്നൊക്കെയുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് വരുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു അറ്റകൈക്ക് അദ്ദേഹം മുതിർന്നത്. പക്ഷേ ഗൂർഖ പട്ടാളത്തിനോടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നുള്ള കാര്യം അവർ ആലോചിച്ചില്ല. ഗൂർഖ പട്ടാളത്തിൻ്റെ കൈവശം തോക്ക് മാത്രമല്ല ഉള്ളത്, ഈ സിഖുകാരുടെ കയ്യിൽ കൃപാൺ എന്ന് പറയുന്ന അവരുടെ ആ ഒരു വാളുള്ളതുപോലെ തന്നെയാണ് ഇവർക്ക് കുക്രി എന്ന് പറയുന്ന ആയുധവും ഉള്ളത്. അപ്പോൾ ഈ കുക്രി കയ്യിലുള്ളത് കൊണ്ട് ഗൂർഖ പട്ടാളം അന്ന് രക്ഷപ്പെട്ടു. ഈ ഗൂർഖ പട്ടാളത്തിനെ ബ്രിട്ടീഷുകാർ ഇറക്കിയത് തന്നെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ആ കാര്യം ഞാൻ വിശദമായിട്ട് മലബാർ ജിഹാദിനെക്കുറിച്ചുള്ള വീഡിയോ പരമ്പരയിൽ പറയുന്നുണ്ട്, എന്നാൽ ചെറുതായിട്ട് സൂചിപ്പിക്കാം. വെള്ളപ്പട്ടാളം ഇന്നത്തെ ഈ മുസ്ലിങ്ങൾ പറയുന്നത് പോലെയൊന്നും വലിയ ക്രൂരന്മാരായിരുന്നില്ല. വളരെ മനുഷ്യത്വം അവരിലുണ്ടായിരുന്നു. അവരിലെ ചില വ്യക്തികൾ ഒഴിച്ചാൽ ബാക്കി പൊതുവേ എല്ലാ പട്ടാള ഉദ്യോഗസ്ഥന്മാരും ഡീസൻ്റ് ആയിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിന് മനസ്സിലായി, ഡൽഹിയിൽ അവർക്ക് കാര്യം മനസ്സിലായി, ഇവന്മാരെ കൊണ്ട് ഈ ലഹള അടിച്ചൊതുക്കാൻ പറ്റുകയില്ല. കാരണം വളരെ മനുഷ്യത്വപരമായ വിധത്തിലാണ് ഇവർ പലപ്പോഴും ഇടപെട്ടിരുന്നത്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അടിച്ചമർത്തണം എന്നുണ്ടെങ്കിൽ കണ്ണി ചോരയില്ലാത്ത വിധം തന്നെ ചെയ്യണം, അതിന് വെള്ളക്കാരെ കൊണ്ട് പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഗൂർഖ പട്ടാളത്തിനെയും പിന്നെ ചിൻകച്ചിൻ എന്ന് പറയുന്ന വേറൊരു റെജിമെൻറ്റിനെ ഈ രണ്ട് കൂട്ടരെ ഇറക്കുന്നത്. ഈ രണ്ട് കൂട്ടരും പുറമേ ഉള്ളവരല്ല, ഇന്ത്യക്കാർ തന്നെയാണ്. ഗൂർഖ എന്ന് പറയുന്നത് നേപ്പാൾ അതിർത്തിയിലുള്ള അവിടുത്തെ കൂട്ടരും, അതുപോലെ ചിൻകച്ചിൻ എന്ന് പറയുന്നതും ആ പ്രദേശത്ത് വടക്ക് കിഴക്കൻ ഭാഗത്തു നിന്നുള്ളവരാണ്. അവർ വന്നതോടുകൂടിയാണ് കണ്ണീ ചോരയില്ലാത്ത വിധം നിർദ്ധയമായിട്ട് ഈ ലഹള അടിച്ചമർത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഗൂർഖ പട്ടാളത്തിൻ്റെ മുമ്പിലേക്കാണ് ഈ ആളുകളെയൊക്കെ കുരുതി കൊടുക്കാൻ വേണ്ടി ഹാജിയാർ പറഞ്ഞയച്ചത്. സത്യം പറഞ്ഞാൽ ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വിളിപ്പിക്കാൻ വേണ്ടി സിനിമ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്നത് മറ്റുള്ള ലഹളക്കാരേക്കാൾ വാരിയംകുന്നം നല്ല ആളായിരുന്നു എന്നാണ്. മുമ്പൊരു വീഡിയോയിൽ ഞാൻ ആ കാര്യം പറയുകയുണ്ടായിട്ടുണ്ട്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ലഹളയുടെ ആരംഭത്തിൽ അമുസ്ലിങ്ങളെ കൊല്ലാനോ കൊള്ളയടിക്കാനോ സമ്മതിച്ചിരുന്നില്ലെന്നും അതുകൊണ്ട് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ലഹളക്കാർ അയാളെ വിട്ട് ഓടിപ്പോകാൻ തുടങ്ങിയതോടെയാണ് അയാൾ അമുസ്ലിങ്ങളെ കൊല്ലാനും കൊള്ളയടിക്കാനും മതം മാറ്റാനും ആരംഭിച്ചതെന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലെ ധാരണ അങ്ങനെ തന്നെയായിരുന്നു. പൂർണ്ണമായിട്ടും എൻ്റെ മനസ്സിൽ ആ സമയത്ത് ശരിയാണെന്ന് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ പുസ്തകങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അന്നത്തെ എൻ്റെ നിലപാട് തെറ്റായിരുന്നു. എൻ്റെ ആ അറിവ് അത് തെറ്റാണ്, ഞാൻ അന്നാ പറഞ്ഞത് തെറ്റാണ്. കാരണം ലഹളയുടെ ആരംഭത്തിൽ മാത്രമല്ല, പിന്നീട് പലപ്പോഴും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ഉപേക്ഷിച്ച് അയാളുടെ കൂടെ ഉണ്ടായിരുന്നവർ ഓടിപ്പോയിരുന്നു നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ഓടിപ്പോയതെന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഈ അനുയായികളെ യുദ്ധരംഗത്ത് കൊലയ്ക്ക് കൊടുത്ത് സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി അറയിൽ ഒളിച്ചിരുന്ന ഭീരുവായിരുന്നു ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നുള്ള കാര്യം. അപ്പോൾ വാരിയംകുന്നൻ്റെ ഈ സ്വഭാവം കാരണമാണ് അയാളുടെ അനുയായികൾ അയാളെ വിട്ട് ഓടിപ്പോയിക്കൊണ്ടിരുന്നത്. ഈ അനുയായികൾ മാത്രമല്ല, അയാളുടെ സ്വന്തം അനുജൻ വരെ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്വന്തം അനുജൻ വരെ അയാളെ വിട്ട് ഓടിപ്പോയിട്ടുണ്ട്. പിന്നെ കുറ്റം പറയരുത്, ഈ അനുജൻ ഓടിപ്പോയപ്പോൾ ഒറ്റയ്ക്കല്ല ഓടിപ്പോയത്, കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഭാര്യനെ കൊണ്ടാണ് ഒളിച്ചോടിപ്പോയത്. മാധവൻ നായർ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. ഈ അവസരത്തിൽ ലഹളക്കാലത്ത് കുഞ്ഞഹമ്മദ് ഹാജി പുതുതായി കെട്ടിയ മാളുവിനെ പറ്റി തെല്ലൊന്ന് വിസ്തരിച്ച് ലഹളയുടെ ചരിത്രം തുടരാം. തൻ്റെ രാജപദവിക്കനുസരിച്ച് ഒരു രാജ്ഞി അത്യാവശ്യമാണെന്ന് തോന്നുകയാലായിരിക്കാം കുഞ്ഞഹമ്മദ് ഹാജി വയസ്സുകാലത്ത് പല ഭാരങ്ങളും വഹിച്ചു വന്നിരുന്ന അവസരത്തിൽ പറവെട്ടി കോയാമു ഹാജിയുടെ മകളായ മാളുവിനെ തൻ്റെ ഭാര്യയായി വേട്ടത്. അരയും തലയും മുറുക്കി കയ്യിൽ വാളും ധരിച്ച് പടക്കളത്തിൽ ഭർത്താവിനോടൊരുമിച്ച് മാളു പോരാടാറുണ്ടായിരുന്നുവത്രേ. മാളുവിൻ്റെ ഒരു വർണ്ണന കേരള പത്രികയിൽ കണ്ടതിനെയാണ് താഴെ ചേർക്കുന്നത്. മാളു ചെറുപ്പക്കാരിയാണ്, നന്നേ തടിച്ച ഒരുത്തിയും കറുത്ത നിറവുമാണ്, ദേഹത്തിന് നല്ല ശക്തിയുണ്ട്, സ്ത്രീത്വത്തെക്കാൾ അവൾക്ക് പ്രകാശിച്ച് കാണുന്നത് പുരുഷത്വമാണ്, ആകപ്പാടെ ഒരു ആനച്ചന്തം അവൾക്കുണ്ടെന്ന് പറയണം. കുഞ്ഞഹമ്മദ് ഹാജി മാളുവിനെ കെട്ടിയതിന് ശേഷം
മാളുവിന് ഹാജിയാരോടുകൂടി കാട്ടിൽ കുറേ കാലം സഞ്ചരിക്കേണ്ടി വന്നു. കുറച്ചു കാലം അവൾ ഹാജിയെ പിരിഞ്ഞും കാട്ടിൽ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കാലത്ത് മാളുവിന് ഒരു അപകടം പറ്റുകയുണ്ടായി. മാളൊരു കല്ല് തട്ടി വീണതുകൊണ്ട് ഉമ്മറത്തെ 2 പല്ലും പോയി. 18 19 വയസ്സായ മാളു പൂർണ്ണ സമ്മതത്തോടു കൂടിയല്ലായിരുന്നു അത്രേ കുഞ്ഞഹമ്മദ് ഹാജിയെ കെട്ടിയത്. കല്യാണം കഴിപ്പാൻ സമ്മതിക്കാത്ത പക്ഷം മാളുവിനെയോ മാളുവിൻ്റെ ബാപ്പയെയോ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയതിനാലാണത്രേ മാളു തന്നെ കെട്ടാൻ സമ്മതിച്ചത്. വയസ്സനായ വാരിയംകുന്നനിൽ ആദ്യം മുതൽക്ക് തന്നെ അവൾക്ക് സംതൃപ്തി ഉണ്ടായിരുന്നില്ല. വാരിയംകുന്നന് മൊയ്തീൻ ഹാജി എന്നൊരു അനുജൻ ഉണ്ടായിരുന്നുവെന്ന് മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. അവനും വാരിയംകുന്നൻ്റെ കീഴിലുള്ള ലഹളത്തലവനായിരുന്നു. മൊയ്തീൻ ഹാജിയും മാളുവും തമ്മിൽ വലിയ സ്നേഹമായി. വാരിയംകുന്നൻ അറിയാതെ അവസാനം മാളുവും മൊയ്തീൻ ഹാജിയും കൂടി സംഘത്തിൽ നിന്ന് ചാടിപ്പോയി. മാളുവിനെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം വാരിയംകുന്നൻ വല്ലാതെ കോപിച്ചവശനായി. മാളുവിനെയും അനുജൻ മൊയ്തീൻ ഹാജിയെയും വെട്ടി കണ്ടമാക്കിയല്ലാതെ താൻ കീഴടങ്ങുകയില്ലെന്ന് വാരിയംകുന്നൻ ശപഥം ചെയ്യുകയും അവരെ 2 ആളെ തേടിപ്പിടിപ്പാൻ തൻ്റെ അനുചരന്മാരിൽ പലരെയും പല വഴിക്കും അയക്കുകയും ചെയ്തു. പക്ഷേ ഈ കാര്യം സാധിപ്പാൻ ഹാജിയാർക്ക് അവസരം കിട്ടിയില്ല. അതിനു മുമ്പായി അയാൾ ബന്ധനസ്ഥനായി. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 250. മൊയ്തീൻ ഹാജി എന്ന ഈ അനുജനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാരിയംകുന്നൻ്റെ അനുജനും മാളുവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നവനും ലഹളയിൽ വലിയ അക്രമങ്ങൾ നടത്തിയവനുമായ മൊയ്തീൻ ഹാജിയെയും കുഞ്ഞഹമ്മദ് ഹാജിയുടെ വേറെ ചില അനുചരന്മാരെയും പാണ്ടിക്കാട് പോലീസ് 1922 ജനുവരി 2-ാം തീയതി അറസ്റ്റ് ചെയ്തു. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 260. ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനികളെല്ലാം വാരിയംകുന്നനെ ഉപേക്ഷിച്ചു പോവുകയും ഗൂർഖ പട്ടാളം ലഹളക്കാരുടെ തെക്കൻ മലബാറിലെ ഒളിവിടങ്ങൾ അരിച്ചു പെറുക്കാനും തുടങ്ങിയതോടെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ കീഴടങ്ങിയാൽ തനിക്ക് ജീവരക്ഷ കിട്ടുമെന്ന് കുഞ്ഞഹമ്മദ് ഹാജിയാർ വിശ്വസിച്ചിരുന്നു. അഥവാ പോലീസ് അധികാരികൾ അങ്ങനെ വിശ്വസിപ്പിച്ചിരുന്നു. മാധവൻ നായർ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. പന്തലൂരിൽ നിന്ന് കുഞ്ഞഹമ്മദ് ഹാജി പോയത് തൻ്റെ സ്ഥിരസ്ഥാനമായ കല്ലാമൂലയ്ക്കായിരുന്നു. തൻ്റെ കീഴിലുള്ള പ്രധാനികളെല്ലാം തന്നെ വിട്ടു പിരിയുകയും പലരും ബന്ധനസ്ഥരാവുകയും ചെയ്തിരുന്നു. ഗവൺമെൻറ്റിന് കീഴൊതുങ്ങിയാൽ തനിക്ക് ജീവരക്ഷ കിട്ടുമെന്ന് ഒരു മോഹം ഹാജിയാരുടെ മനസ്സിലുണ്ടായിരുന്നു. സമർത്ഥരായ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഹാജിയാരെ ഇത് നല്ലവണ്ണം വിശ്വസിപ്പിക്കുവാൻ പല തന്ത്രങ്ങളും ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയെല്ലാം ഫലമായി മുൻ നിശ്ചയപ്രകാരം താൻ ഇരിക്കുന്നിടത്ത് പോലീസ് ഇൻസ്പെക്ടർ വരികയും ഹാജിയാർ ആയുധം വെച്ച് കീഴടങ്ങുകയും ചെയ്തു എന്നാണ് ഒരു വർത്തമാനം. പൊടുന്നനവേ പോലീസ് സൈന്യം തന്നെ വളഞ്ഞുവെന്ന് കണ്ടപ്പോൾ സംഘബലം പോയി എതിർപ്പാൻ ശക്തിയില്ലാതിരുന്ന ഹാജിയാർ തൻ്റെ പരിഭ്രമത്തിനിടയിൽ ബന്ധനസ്ഥനായി എന്നാണ് മറ്റൊരു വർത്തമാനം. ഏതായാലും ചോക്കാട്ട് എന്ന സ്ഥലത്ത് വെച്ച് ജനുവരി 6-ാം തീയതി കുഞ്ഞഹമ്മദ് ഹാജി ഗവൺമെൻറ്റിൻ്റെ തടവുകാരനായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുവല്ലോ. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 252 253. ഇയാളെ വിശ്വസിച്ച് ഇയാളുടെ കൂടെ കൂടിയ മുസ്ലിങ്ങളിൽ പലരും പട്ടാളത്തിന് കീഴടങ്ങാതെ അവരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു. കീഴടങ്ങുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ വീരനായകനായി ഇന്നത്തെ മുസ്ലിങ്ങൾ വാഴ്ത്തിപ്പാടുന്ന വാരിയംകുന്നനാകട്ടെ തൻ്റെ വാക്ക് വിശ്വസിച്ച് ജീവൻ വെടിഞ്ഞ ആ മനുഷ്യരുടെ ആത്മാക്കളെപ്പോലും പരിഹസിച്ചുകൊണ്ട് പോലീസുമായി രഹസ്യധാരണയിലെത്തി തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കീഴടങ്ങുകയായിരുന്നു. ഇതിനു മുൻപുള്ള ലഹളകളിൽ കീഴടങ്ങുന്ന ലഹളത്തലവന്മാരെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയിരുന്നത് പോലെ തന്നെയും നാട് കടത്തും എന്ന് ഹാജിയാർ ചിന്തിച്ചു. ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ അന്യനാട്ടിലായാലും ജീവിക്കാമല്ലോ എന്ന് വാരിയംകുന്നം കരുതിയത് തെറ്റൊന്നും പറയാനില്ല. കാരണം എല്ലാ മനുഷ്യർക്കും ജീവനിൽ കൊതിയുണ്ടല്ലോ. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിക്കൊണ്ട് സ്വന്തം ജീവൻ രക്ഷിക്കാമെന്നുള്ള വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മോഹം വെറും വ്യാമോഹം മാത്രമായി അവസാനിക്കുകയാണ് ചെയ്തത്. കുഞ്ഞഹമ്മദ് ഹാജിയുടെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് മാധവൻ നായർ എഴുതിയിട്ടുള്ളത് ഞാൻ വായിക്കാം. ഹാജിയാരെ ഇതിനുശേഷം മഞ്ചേരി നിന്ന് മലപ്പുറത്തേക്ക് കൊണ്ടുപോയി. മലപ്പുറം തുക്കിടി കച്ചേരിയിൽ വെച്ച് അയാളെ മാർഷൽ കോടതി സമ്മറിയായി വിചാരണ ചെയ്യുകയും വെടിവെച്ച് കൊല്ലുവാൻ വിധിക്കുകയും ചെയ്തു. ജനുവരി മാസം 20-ാം തീയതി രാവിലെ മലപ്പുറത്ത് നിന്ന് മഞ്ചേരിക്ക് വരുന്ന നിരത്തിൽ 1-ാം മൈലിനടുത്ത് കോട്ടക്കുന്നിൻ്റെ വടക്കേച്ചെരിയിൽ വെച്ച് അയാളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 253. ഇന്നത്തെ മുസ്ലിങ്ങൾ വാരിയംകുന്നന് വീര പരിവേഷം ലഭിക്കാൻ വേണ്ടി അടിച്ചിറക്കുന്ന കഥകൾ കേൾക്കുമ്പോൾ ചരിത്രബോധമുള്ളവന് ചിരിച്ച് വയറുളുക്കും. തമാശ പറഞ്ഞതല്ല, ഞാൻ കുറേ ചിരിച്ചു, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വാരിയംകുന്നനെ വെടിവെക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞാൽ കൊല്ലാതെ മക്കയിലേക്ക് നാട് കടത്താമെന്ന് ബ്രിട്ടീഷുകാർ ഓഫർ വെച്ചപ്പോൾ വാരിയംകുന്നൻ അത് തട്ടിക്കളഞ്ഞുകൊണ്ട് മക്ക എനിക്ക് പുണ്യഭൂമിയാണ്, പക്ഷെ മക്കയല്ല എൻ്റെ നാട്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട് ഇതാണ്,
ഇവിടെ വെച്ച് മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, വെക്കടാ എൻ്റെ നെഞ്ചത്തേക്ക് വെടിയെന്ന് ബ്രിട്ടീഷ് പട്ടാളത്തെ നോക്കി അലറിയവനാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നൊക്കെയാണ് ഇവന്മാർ തട്ടിവിടുന്നത്. കുറേ മൊയ്ലിയാരുടെ പ്രസവമൊക്കെ ഞാൻ കേട്ട്. എന്തോണ് ആ ഈണത്തിലും താളത്തിലൊക്കെ ഒപ്പിച്ച് ഇതിങ്ങനെ അങ്ങ് പറയുമ്പോൾ കേട്ടിരിക്കുന്നവർക്കൊക്കെ അങ്ങ് ഭയങ്കര ഇതായിരിക്കും. മുസ്ലിങ്ങൾക്ക്, മറ്റുള്ളവർക്കല്ല ഞാൻ പറയുന്നത്, കേട്ടിരിക്കുന്ന മുസ്ലിങ്ങൾ അവരുടെയൊക്കെ രക്തമൊക്കെ ഒന്ന് തിളപ്പിക്കാൻ പറ്റുമെന്നൊക്കെ അവർ വിചാരിക്കുന്നു. യാതൊരു റെഫറൻസും ഇല്ലാതെയാണ് ഇവന്മാർ ഇതൊക്കെ അടിച്ചു വിടുന്നത്. അല്ല, അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കെട്ടുകഥകൾക്കൊക്കെ എവിടെ നിന്ന് റെഫറൻസ് ഉണ്ടാക്കാനാണല്ലേ? സംഭവം കെട്ടുകഥകളാണല്ലോ ഇതൊക്കെ. എവിടെ നിന്ന് റെഫറൻസ് എടുത്തുകൊണ്ട് വരാനാ? ഇവര് ഇത് പറയുമ്പോൾ ഈ കേട്ടിരിക്കുന്ന ആൾക്കാരുടെ ബുദ്ധിയെ പരിഹസിക്കുകയാണ് ഇവര്. കാരണം മാർഷ്യൽ ലോ പ്രകാരം വിചാരണ നടത്തി കുറ്റവാളിയായി കണ്ടെത്തിയ ആളെ മാപ്പ് പറഞ്ഞാൽ വെറുതെ വിടാനിരിക്കുന്നവരാണ് ഈ ബ്രിട്ടീഷുകാരെന്നൊക്കെയാണോ ഇവർ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യൻ സർക്കാരിനെതിരെ കലാപം ഉണ്ടാക്കുകയും പ്രശ്നമൊക്കെ ചെയ്ത് അവസാനം കീഴടങ്ങി കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിചാരണയൊക്കെ നടത്തി വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സർക്കാരിനോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടാമെന്ന് ഏതെങ്കിലും കോടതി പറയുമോ? സർക്കാർ സമ്മതിക്കുമോ? അത് പറയുന്ന കഥകൾക്കൊരു ലോജിക്കൊക്കെ വേണ്ടേ? ഈ കെട്ടുകഥ ഉണ്ടാക്കിയവന്മാർക്കൊന്നും ഒരു ബുദ്ധിയും ബോധവും വിവരവും ഇല്ല. അതുകൊണ്ടാണ് ഈ മാതിരി കെട്ടുകഥകളൊക്കെ ഉണ്ടാക്കിയത്. അവന്മാർക്കൊന്നും ലോജിക്ക് എന്ന് പറയുന്ന സംഗതി ഏഴായിരത്ത് കൂടി പോയിട്ടില്ല. ഇനി ഈ സ്വന്തം നാട്ടിൽ വെച്ച് മരിക്കാൻ ആഗ്രഹമുള്ള ആളായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെങ്കിൽ അയാൾ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങേണ്ട ആവശ്യം എന്തായിരുന്നു? അവർക്ക് നേരെ യുദ്ധം ചെയ്ത് വെടിവെച്ച് അങ്ങനെ നിന്നിട്ട് വെടികൊണ്ട് ചേർത്താൽ പോരെ? പല അനുയായികളും അങ്ങനെയാണല്ലോ പോയത്, വെടികൊണ്ടല്ലേ മരിച്ചത്. അപ്പൊ ഹാജിയാർക്ക് അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. അത് ചെയ്യാതെ കീഴടങ്ങിയതിന് ശേഷം വെക്കടാ പൊടി എന്നെ നെഞ്ചത്തേക്ക് എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ നിങ്ങൾ എന്ത് വിചാരിച്ചിരിക്കുന്നത്? ഈ കഥയൊക്കെ കേൾക്കാനിരിക്കുന്ന ഞങ്ങൾ വെറും പൊട്ടന്മാരാണെന്നാ? നിങ്ങളുടെ മുമ്പാകെ ആ പ്രസംഗം കേൾക്കാനിരിക്കുന്ന മുസ്ലിങ്ങൾ മണ്ടന്മാരായിരിക്കും. പക്ഷെ പൊതുസമൂഹം അങ്ങനെയല്ല. പുറമേയുള്ള സെക്യുലർ ലോകം ഉണ്ടല്ലോ, പുറമേയുള്ള സമൂഹം, അതങ്ങനെയല്ല. മണ്ടന്മാരൊന്നുമല്ല, അത് നിങ്ങൾ ഓർത്തോളണം. സത്യം പറയാമല്ലോ, ഈ കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്വഭാവം പഠിച്ചു കഴിഞ്ഞപ്പോൾ, പുള്ളിയുടെ ക്യാരക്ടർ സ്റ്റഡിയൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ബ്രിട്ടീഷുകാർ അങ്ങനെ ഒരു ഓഫർ വെച്ചിട്ട് മക്കയിലേക്കല്ല ആഫ്രിക്കയിലെ വല്ല വനാന്തരത്തിനകത്തേക്ക് നാട് കടത്താമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അയാൾ ഒറ്റ ശ്വാസത്തിൽ 10 മാപ്പ് പറഞ്ഞേനെ. അവിടെ കാട്ടിനകത്തേക്ക് വിട്ടാലും മതി, ഞാൻ പോയി അവിടെ ജീവിച്ചോളാം എന്നും പറഞ്ഞ അയാൾ 10 മാപ്പ് പറഞ്ഞേനെ. അത്രമാത്രം ഭീരുവായിരുന്നു ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ചരിത്രരേഖകൾ നമ്മൾ വായിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അതാണ്. ഏതായാലും ഇതാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരവീര പരാക്രമയായി ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന, പൃഥ്വിരാജ് സുകുമാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആസൂത്രിതമായി മറവിയിലേക്ക് തള്ളപ്പെട്ട മലബാർ വിപ്ലവ നായകൻ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രം. കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് സിനിമയെടുത്തപ്പോൾ ഇവിടെ ആരും എതിർക്കാൻ വന്നിരുന്നില്ല. കാരണം അതൊരു കള്ളൻ്റെ കഥയാണ്, കള്ളനായി തന്നെയാണ് കൊച്ചുണ്ണിയെ അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ചരിത്രരേഖകളിൽ കാണുന്നത് പോലെ തന്നെയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഒരെതിർപ്പും ഒരിടത്തു നിന്നും ഉണ്ടാവുകയില്ല. പക്ഷെ സിനിമ അനൗൺസ്മെൻറ്റിൽ പറയുന്നതേ, ലോകത്തിൻ്റെ 4/1 ഭാഗവും അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് മലയാള രാജ്യം എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ച വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രം ഞങ്ങൾ സിനിമയാക്കുന്നു എന്നാണ്. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തന്നോടൊപ്പം ചേരാതിരുന്ന മുസ്ലിങ്ങളെയും ഒക്കെ കൊല്ലുകയും ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ മുമ്പിൽ നിന്ന് നാണം കെട്ട് പിന്തിരിഞ്ഞോടുകയും ചെയ്തിരുന്ന വെറുമൊരു ഭീരുവിനെ ധീരനായകനാക്കി അവതരിപ്പിക്കാനുള്ള ചിലരുടെ ശ്രമമാണ് ഈ സിനിമ എന്ന് ആ അനൗൺസ്മെൻറ്റ് വായിക്കുന്ന ഏതൊരാൾക്കും പിടികിട്ടുന്നതാണ്. അതുകൊണ്ടാണ് അതിനെതിരെ ഇത്ര അധികം എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും ഉയർന്നത്. 1921 മലബാർ ജിഹാദിനെ കുറിച്ച് പഠിച്ചു വന്നപ്പോൾ എനിക്കൊരു പ്രധാന സംശയം ഉണ്ടായി. അതായത് അന്ന് അവിടെ നടന്നത് ആസൂത്രിതമായ ഒരു ഹിന്ദു വംശഹത്യയായിരുന്നു. ക്രിസ്ത്യാനികളും അന്ന് മാപ്പിളമാരുടെ കയ്യിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും കൊച്ചിയിലും തിരുവിതാംകൂറിലൊക്കെ ഉണ്ടായിരുന്ന അത്ര ക്രിസ്ത്യാനികൾ മലബാറിൽ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അവരുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ അത്രയും ക്രിസ്ത്യാനികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഹിന്ദു വംശഹത്യ എന്ന് പറഞ്ഞത്. ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. കൊല്ലപ്പെട്ട ഹിന്ദുക്കളുടെ എണ്ണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ ചുരുക്കമായതുകൊണ്ടാണ് ഹിന്ദു വംശഹത്യ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു ഹിന്ദു വംശഹത്യ മലബാറിൽ നടന്നിട്ടും വിരലെണ്ണാവുന്ന കുറച്ച് ഹിന്ദുക്കളല്ലാതെ വേറെ ഹിന്ദുക്കളാരും ഈ ചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടില്ല. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തെ ഹിന്ദു വംശഹത്യയെക്കുറിച്ച് അക്കാലത്ത് അധികം പേര് എഴുതി വയ്ക്കാതിരുന്നതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എഴുത്തും വായന അറിയാവുന്നവർ ആ കാലഘട്ടത്തിൽ കുറവായിരുന്നു. അത് 1750 ആ കാലഘട്ടത്തിലാണ്.
എന്നാൽ 1921 സ്ഥിതി വ്യത്യസ്തമാണ്. ആ കാലഘട്ടം 1921 എന്നൊക്കെ പറയുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. മിഷണറിമാർ കേരളത്തിൽ സ്കൂളുകൾ തുടങ്ങിയതിൻ്റെ അനന്തരഫലമായി എഴുത്തും വായനയും അറിയാവുന്ന ധാരാളം ഹിന്ദുക്കൾ ആ സമയത്തുണ്ട്. എന്നിട്ടും വിരലിലെണ്ണാവുന്ന ചില ഹിന്ദുക്കൾ മാത്രമേ മലബാർ ജിഹാദിനെ കുറിച്ച് തുറന്നെഴുതിയിട്ടുള്ളൂ. അതും ചിലർ ഇംഗ്ലീഷിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണം? ബാക്കിയുള്ളവർ തങ്ങൾ അനുഭവിച്ച സംഗതികളെക്കുറിച്ച് എന്തുകൊണ്ട് രേഖയാക്കി വെച്ചില്ല എന്ന് ഞാൻ കുറേയധികം ചിന്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തീയന്മാരൊക്കെ, തീയ വിഭാഗത്തിൽപ്പെട്ട ഈഴവ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ധാരാളം അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈഴവർക്കാണെങ്കിൽ അത്യാവശ്യ സമയത്ത് എഴുത്തുമാനയൊക്കെ അറിയാം, എന്നിട്ട് പോലും ഇതൊന്നും രേഖയാക്കിയില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കുറേ ചിന്തിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംശയമായിരുന്നു എൻ്റെ. 2 മാസം മുമ്പാണ് എനിക്കിതിൻ്റെ ഉത്തരം കിട്ടിയത്. മലബാർ ജിഹാദിൻ്റെ സമയത്ത് മലബാറിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ KP കേശവമേനോൻ്റെ ആത്മകഥയുണ്ട്. കഴിഞ്ഞ കാലം എന്നാണ് അതിൻ്റെ പേര്. ആ പുസ്തകത്തിൻ്റെ 111 മുതൽ 113 വരെയുള്ള പേജുകളിൽ ലഹള കഴിഞ്ഞതിൻ്റെ ശേഷമുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയത് വായിച്ചപ്പോഴാണ് എന്തുകൊണ്ടാണ് മലബാറിലെ ഹിന്ദു വംശഹത്യയെക്കുറിച്ച് മലബാർ ജിഹാദിൻ്റെ ഇരകളും ദൃക്സാക്ഷികളുമായിരുന്ന അന്നത്തെ ഹിന്ദുക്കൾ പുസ്തകങ്ങൾ എഴുതാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. കേശവമേനോൻ എഴുതിയിരിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ വായിക്കാം. ലഹള സ്ഥലങ്ങളിൽ നടന്നതും നടക്കാത്തതുമായ കാര്യങ്ങൾ നിറവും തരവും മാറ്റി മറ്റുള്ളവരോട് പറയുന്നത് പലരുടെയും പതിവായി. ഇടുങ്ങിയ സാമുദായിക മനസ്ഥിതി സംഭവങ്ങളെ അവയുടെ തനി നിറത്തിൽ കാണുന്നതിന് തടസ്സമായി നിന്നു. പരമാർത്ഥം അഭിമുഖീകരിക്കുവാനുള്ള സന്നദ്ധത പലർക്കും ഉണ്ടായിരുന്നില്ല. ലഹളക്കാരിൽ ചിലർ അന്യമതസ്ഥരെ നിർബന്ധിച്ച് മതം മാറ്റിയതിനെക്കുറിച്ച് തീവ്രമായ വാദപ്രതിവാദങ്ങൾ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ചിലർ അതിനെ തീരെ നിഷേധിച്ചു, ചിലർ അതിശയോക്തിയോടെ ചിത്രീകരിച്ചു. ഈ വാദപ്രതിവാദത്തിലൊന്നും കോൺഗ്രസ്സുകാർ സംബന്ധിച്ചില്ല. സൂക്ഷ്മമായ വിവരങ്ങൾ ശേഖരിച്ച് അവയെ രേഖപ്പെടുത്തി വയ്ക്കുക മാത്രമാണ് അവർ ചെയ്തിരുന്നത്. നിർബന്ധിച്ച് മതം മാറ്റൽ ലഹള സ്ഥലങ്ങളിൽ നടന്നിരുന്നുവെങ്കിൽ അതിനെപ്പറ്റി കോൺഗ്രസ് സെക്രട്ടറി പറയുമായിരുന്നു. ആ തരത്തിലുള്ള പ്രസ്താവന പ്രസിദ്ധപ്പെടുത്തി കാണാത്തതുകൊണ്ട് മതം മാറ്റൽ കഥ വെറും കെട്ടുകഥയാണ് എന്ന് ഒരു ലേഖകൻ മദിരാശിയിലെ ഹിന്ദു പത്രത്തിൽ എഴുതി. അതിനൊരു മറുപടി പലരും കോൺഗ്രസ് സെക്രട്ടറിയിൽ നിന്ന് പ്രതീക്ഷിച്ചു. അന്ന് കേരള സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന എനിക്ക് ആ സന്ദർഭത്തിൽ മൗനം ദീക്ഷിക്കുക സാധ്യമല്ലാതായി. എൻ്റെ അറിവിൽപ്പെട്ട ചില സംഗതികൾ അപ്പോൾ വെളിപ്പെടുത്തേണ്ടി വന്നു. നിർബന്ധത്തിന്മേൽ മതം മാറേണ്ടി വന്ന ചിലർ കോൺഗ്രസ് ആഫീസിൽ വന്ന് പറഞ്ഞ വിവരം രേഖപ്പെടുത്തി വച്ചിരുന്നു. ആ ലേഖകൻ്റെ ലേഖനത്തിന് മറുപടിയായി എൻ്റെ അറിവിൽപ്പെട്ട പരമാർത്ഥം ഞാൻ വെളിപ്പെടുത്തി. അത് ചിലരെ കുപിതരാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഹിന്ദു പത്രത്തിൽ എൻ്റെ ലേഖനം പ്രസിദ്ധപ്പെടുത്തിയതിൻ്റെ പിറ്റേ ദിവസമുണ്ടായ സംഭവം പ്രസ്താവ്യമാണ്. രാത്രി 9 മണിക്ക് ഭക്ഷണം കഴിഞ്ഞ് ഞാനും കുടുംബാംഗങ്ങളും കോൺഗ്രസ് ആഫീസിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. കുട്ടികൾ ഉറങ്ങി. നിലാവുള്ള രാത്രി. വടക്ക് ഭാഗത്തു നിന്ന് ഒരു കല്ല് വന്ന് ജനലിൽ മേൽ വീണു. ശബ്ദം കേട്ട് ഞെട്ടി എന്താണെന്നറിയുവാൻ ഉള്ളിലേക്ക് പോകുമ്പോഴേക്ക് മറ്റൊരു കല്ല് പുറത്ത് വന്നു വീണു. അങ്ങനെ 4-5 പ്രാവശ്യം കല്ല് വന്ന് വീഴുന്നത് കേട്ടു. ചാത്തുക്കുട്ടി നായർ താഴത്തു നിന്നും മുകളിലേക്ക് ഓടി വന്നു. ആരാണത് എന്ന് വരാന്തയിൽ നിന്നുകൊണ്ട് ഉറക്കെ 1-2 പ്രാവശ്യം വിളിച്ചു ചോദിച്ചു. ആളെയെങ്ങും കണ്ടില്ല. കല്ല് മാത്രം പല ഭാഗത്തു നിന്നും തുരുതുരെ വന്ന് വീണുകൊണ്ടിരുന്നു. സ്വല്പം അകലെ നിന്ന് വന്ന എയറായിരുന്നു. 2-3 ആളുകൾ ഓരോ സ്ഥലത്ത് നിന്ന് എറിഞ്ഞതായി തോന്നി. ഏകദേശം 10 മിനിറ്റ് നേരം അത് നിലനിന്നു. ശബ്ദം കേട്ട് കുട്ടികൾ ഉണർന്ന് പുറത്തേക്ക് വന്നു. വരാന്തയിൽ നിൽക്കുന്നത് രക്ഷയില്ലെന്ന് കണ്ട് ഞങ്ങൾ അകത്തേക്ക് പോയി. കല്ല് വീഴുന്ന ശബ്ദവും ചാത്തുക്കുട്ടി നായരുടെ ഒച്ചയും അയൽവാസികൾ കേട്ടു. അവർ പുറത്തേക്ക് വന്നു. 4 ഭാഗവും തിരച്ചിൽ തുടങ്ങി. അപ്പോഴേക്കും കല്ലെറിഞ്ഞവർ ഓടിപ്പോയി. പിറ്റേ ദിവസം തപാൽ വന്നപ്പോൾ ചില ഊമക്കത്തുകൾ അതിലുണ്ടായിരുന്നു. നിർബന്ധിച്ച് മതം മാറ്റൽ നടന്നിട്ടുണ്ടെന്ന് ഞാൻ പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തിയതിന് എന്നെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കത്തുകളായിരുന്നു അവ. വെടിവെച്ചു കൊല്ലുമെന്നും വെട്ടിക്കൊല്ലുമെന്നും കൂടി ചിലർ എന്നെ ഭീഷണിപ്പെടുത്തി. സത്യാവസ്ഥ വിവരിച്ചുകൊണ്ടുള്ള ആ പ്രസ്താവന ചിലരെ എത്രമാത്രം ക്ഷോഭിപ്പിച്ചു എന്നറിയുവാൻ മറ്റൊരവസരം കൂടിയുണ്ടായി. മേൽ വിവരിച്ച സംഭവം നടന്ന് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം രാജഗോപാലാചാരി കോഴിക്കോട്ട് വന്നു. അപ്പോഴേക്ക് പട്ടാള ഭരണം അവസാനിച്ചിരുന്നു. പൊതുയോഗങ്ങൾ കൂടുന്നതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങിയിരുന്നു. ക്ഷയിച്ചുപോയ ഹിന്ദു മുസ്ലിം മൈത്രി പുനഃസ്ഥാപിക്കുകയെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രാജഗോപാലാചാരി വന്നത്. ലഹളയ്ക്ക് ശേഷം അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സന്ദർശനമായിരുന്നു. എൻ്റെ ഒരുമിച്ചാണ് അദ്ദേഹം താമസിച്ചത്. രാജഗോപാലാചാരി കോഴിക്കോട്ടെത്തിയ ദിവസം വൈകുന്നേരം കടൽപ്പുറത്ത് ഒരു പൊതുയോഗം കൂടി. അദ്ദേഹത്തോടൊന്നിച്ച് യോഗത്തിൽ പങ്കെടുക്കുവാൻ ഞാനും പോയിരുന്നു. ഞങ്ങൾ യോഗസ്ഥലത്തെത്തിയപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് കൂക്കിവിളി തുടങ്ങി. അത് എന്നെ ഉദ്ദേശിച്ചായിരുന്നു. എൻ്റെ പത്രപ്രസ്താവനയിലുള്ള പ്രതിഷേധം. രാജഗോപാലാചാരിയുടെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കുവാൻ എഴുന്നേറ്റു. 5 മിനിറ്റ് നേരം ഒരു വാക്കുപോലും പറയുവാൻ എന്നെ അനുവദിച്ചില്ല.
ക്ഷമിച്ചിരിക്കുവാൻ സദസ്യരോട് രാജഗോപാലാചാരി ചെയ്ത അഭ്യർത്ഥന വെറുതെയായി. ഞാൻ പിന്നെയും ശ്രമിച്ചു. മതം മാറ്റത്തെപ്പറ്റി ഈയിടെ ഞാൻ പ്രസിദ്ധപ്പെടുത്തിയ ലേഖനമാണ് നിങ്ങളുടെ ഈ ക്ഷമകേടിന് കാരണമെന്ന് എനിക്കറിയാം. കൂക്കുവിളി കൊണ്ടോ അസഭ്യവാക്കുകൾ കൊണ്ടോ നടന്ന സംഭവം ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല. അത് വാസ്തവമാണെങ്കിൽ മേലിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടാതെ കഴിക്കുവാനായിരിക്കണം രാജ്യത്തെയും സമുദായത്തെയും സ്നേഹിക്കുന്നവർ ശ്രമിക്കേണ്ടത്. കേട്ടുകേൾവിയിൽ നിന്ന് പുറപ്പെടുവിച്ച പ്രസ്താവനയല്ല അത്. മതം മാറ്റപ്പെട്ടവരെ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം അത് പ്രസിദ്ധം ചെയ്യുന്നത് ആവശ്യമാണെന്ന് തോന്നുകയാലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിലെനിക്ക് പശ്ചാത്താപമില്ല. ഈ പരമാർത്ഥം അറിഞ്ഞിട്ടും നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന പരിതാപകരമായ മനോഭാവമാണ് എന്നെ വേദനപ്പെടുത്തുന്നത്. നിരുത്തരവാദികളായ ചിലരുടെ നീചപ്രവൃത്തി അസന്നിഗ്ധമായ നിലയിൽ ആക്ഷേപിക്കേണ്ടത് സമുദായ നേതാക്കന്മാരുടെ കടമയാണ്. ഇതായിരുന്നു ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ആ പ്രസംഗത്തിനിടയിൽ ശബ്ദമുണ്ടാകാതിരുന്നില്ല. ഇടയ്ക്കിടെ അതിനെ തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമവും ഉണ്ടായി. എനിക്ക് പറയുവാനുള്ളത് ഒരുവിധം പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് കുഴപ്പമുണ്ടാക്കിയവരെ തൃപ്തിപ്പെടുത്തിയെന്ന് തോന്നുന്നില്ല. എന്നാൽ പറയുവാനുള്ളത് തുറന്നു പറഞ്ഞു വന്ന സമാധാനം എനിക്കുണ്ടായി. കെ പി കേശവമേനോൻ കഴിഞ്ഞ കാലം, പേജ് 111 മുതൽ 113 വരെ. അന്നത്തെ മുസ്ലിങ്ങളുടെ പിൻഗാമികൾക്ക് ഭാവിയിൽ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള തങ്ങളുടെ പ്രവൃത്തികളെ, അതായത് ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുന്ന വിധത്തിലുള്ള അന്നത്തെ ആ മുസ്ലിങ്ങളുടെ പ്രവൃത്തികളെ ചരിത്രത്തിൽ നിന്ന് ആസൂത്രിതമായ വിധത്തിൽ തമസ്കരിക്കാൻ ആ കൂട്ടർ കാണിച്ച നെറികേടാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അന്നത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് തൻ്റെ മുൻപാകെ വന്ന് കലാപത്തിൻ്റെ ഇരകളായവർ നൽകിയ ദുരനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ തെളിവുകളോടുകൂടെ പത്രത്തിൽ എഴുതിയപ്പോൾ മലബാർ മാപ്പിളമാർ ആ മനുഷ്യനെ ആക്രമിക്കാനാണ് തുനിഞ്ഞത്. അവരുടെ തന്ത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ? നിർബന്ധിച്ച് മതം മാറ്റൽ ലഹളസ്ഥലങ്ങളിൽ നടന്നിരുന്നെങ്കിൽ അതിനെപ്പറ്റി കോൺഗ്രസ് സെക്രട്ടറി പറയുമായിരുന്നു. ആ തരത്തിലുള്ള പ്രസ്താവന പ്രസിദ്ധപ്പെടുത്തി കാണാത്തത് കൊണ്ട് മതം മാറ്റൽ കഥ വെറും കെട്ടുകഥയാണെന്നാണ് ഇവർ വാദിച്ചത്. ഇതേ തന്ത്രമാണ് ഇവരിന്നും പുറത്തെടുക്കുന്നത്. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഫേസ്ബുക്കിൽ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയ കാലത്ത് അന്നത്തെ ദാവാക്കാർ എനിക്കെതിരെ ധാരാളം ആരോപണങ്ങൾ ഉന്നയിക്കുമായിരുന്നു. എന്നെ നേരിട്ടറിയാവുന്ന ഏതൊരു വ്യക്തിയും കേൾക്കുന്ന മാത്രയിൽ അസംബന്ധമെന്ന് പറഞ്ഞ് പുച്ഛത്തോടെ ചിരിച്ചു തള്ളിക്കളയുന്ന വിധത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളായിരുന്നു അവയെല്ലാം തന്നെ. അതുകൊണ്ട് ഞാൻ ഇതൊന്നും കാര്യമാക്കി എടുക്കാൻ പോയില്ല. ഇതൊക്കെ കമൻസുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോടെ അതിനെ അവഗണിച്ചു വിട്ടതേ ഉള്ളൂ. പക്ഷെ 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ ആരോപണങ്ങളുടെ സ്വഭാവം മാറി. എന്നാൽ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവന്മാർ എവിടെയോ കുത്തിയിരുന്ന് കഞ്ചാവൊക്കെ വലിച്ച് ആലോചിച്ച് ഉണ്ടാക്കിയ ഓരോരോ ആരോപണങ്ങളെല്ലാം സത്യമാണെന്ന് ഇവന്മാർ പറയാൻ തുടങ്ങി. ആദ്യം കേവലം ആരോപണം എന്നുള്ള നിലയിൽ വന്ന സാധനം പിന്നീട് ഇത് സത്യമാണെന്ന് ഇവർ പറയാൻ തുടങ്ങി. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? അതാണ് രസം. ഈ ആരോപണങ്ങളൊന്നും അനിൽകുമാർ അയ്യപ്പൻ നിഷേധിക്കുന്നില്ല. ഇവരുടെ ഈ ആരോപണത്തിനെതിരെ ഞാൻ പ്രതികരിച്ചിട്ടില്ല, ഞാൻ അതിനൊന്നും നിഷേധിച്ചിട്ടില്ല അത്രേ. അപ്പോൾ അതുകൊണ്ട് അനിൽകുമാറിനെതിരെയുള്ള ആരോപണങ്ങളെ അനിൽകുമാർ നിഷേധിക്കാത്തത് കൊണ്ട് ഈ ആരോപണങ്ങളെല്ലാം സത്യമാണെന്നായിരുന്നു അവരുടെ വാദം. എങ്ങനെയുണ്ട്? ഇവരൊരു തെളിവ് ഹാജരാക്കില്ല. ഇവർ ഉന്നയിക്കുന്ന ആരോപണത്തിന് ഒരു തെളിവുമില്ല. ഇവർ ചുമ്മാ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളതൊക്കെ നിഷേധിച്ചുകൊണ്ടിരിക്കണം അത്രേ. നമ്മൾ നിഷേധിച്ചില്ലെങ്കിൽ അവർ പറഞ്ഞത് സത്യമാണെന്ന് നമ്മൾ സമ്മതിച്ചതിന് തുല്യമാണ്. മറ്റുള്ളവരത് അങ്ങനെ വിശ്വസിച്ചോളണം. ഇതാണ് ഇവരുടെ വാദം. അപ്പോൾ ഇവരുടെ ഈ വാദം പലരെയും തെറ്റിദ്ധരിപ്പിച്ച ഒന്നാണ്. കാരണം ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി, അനിലിനെതിരെ മുസ്ലിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട്, ഈ പറയുന്നതിൽ വാസ്തവമില്ലേ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും ആരോപണങ്ങൾ വന്നിട്ടും ഒരെണ്ണത്തിന് പോലും അനിൽ മറുപടി പറയാതിരിക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയയിൽ മാത്രം എന്നെ പരിചയമുള്ള ചിലർ, അത് വ്യക്തിപരമായിട്ട് നേരിട്ട് അടുപ്പമൊന്നുമില്ല, FB ഫ്രണ്ട്, എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ, അങ്ങനെയുള്ളവർ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ എന്നെ നേരിട്ട് പരിചയമുള്ള ചില ആൾക്കാരോടൊക്കെ ഈ കാര്യം പറയുകയും ചെയ്തു. അങ്ങനെ അവരിൽ നിന്ന് ഞാനിത് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആരോപണം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന് മറുപടി പറയും. ഒരു വരിയിലെങ്കിലും മറുപടി പറഞ്ഞിട്ട് ഞാൻ പോകും. കാരണം അല്ലെങ്കിൽ എന്നെ വലിയ പരിചയമില്ലാത്ത ആൾക്കാരെ ഇവർക്ക് എളുപ്പം തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഈ അടുത്ത് ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ പഴയ ചാനലിൽ ഒരുത്തരൊരു കമൻ്റ് ഇട്ടിരുന്നു. എനിക്ക് 32 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് അവൻ കമൻ്റ് ഇട്ടത്. സത്യത്തിൽ അത് പുച്ഛിച്ച് ചിരിച്ചു കളി കാണേണ്ട സംഗതിയാണ്. പക്ഷെ എന്നിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു ആക്ഷേപഹാസ്യം എന്ന നിലയിലാണെങ്കിൽ പോലും ഞാൻ അതിനൊരു മറുപടി പറഞ്ഞിരുന്നു. ആ മറുപടി പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ അത് മറുപടി കൊടുത്തില്ലെങ്കിൽ ഇവന്മാർ ഈ ആരോപണം പിന്നെയും ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ മറുപടി പറയാത്തത് കൊണ്ട് ഇത് സത്യമാണെന്ന് പിന്നെ പറയാൻ തുടങ്ങി. അങ്ങനെ മറ്റുള്ളവരെ വഞ്ചിക്കും. കാരണം നുണ പറയുക എന്ന് പറഞ്ഞാൽ ഇവരെ മതപരമായിട്ട് ഇവരെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇവരുടെ മതത്തിനകത്ത് തന്നെ അതിനുള്ള അനുവാദമുണ്ട്. തക്കിയ എന്ന് പറയുന്നത് ഖുർആൻ ഹദീസൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഇവർ ഇനി ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കും.
ഒരു സംശയവും വേണ്ട, നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവരുടെ തന്ത്രം, അന്ന് ഇവർ ഉപയോഗിച്ച തന്ത്രം, നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ആ തന്ത്രം കണ്ടോ? അവരുന്നയിക്കുന്ന വാദങ്ങളുടെ തെളിവുകൾ അവർ കൊണ്ടുവരുന്നില്ല. അവരൊരു കാര്യം ഉന്നയിച്ചിട്ട് അതിനൊരു തെളിവ് അവർ കൊണ്ടുവരുന്നില്ല. പകരം അവരുന്നയിച്ച കാര്യങ്ങളെ അന്നത്തെ കോൺഗ്രസ് സെക്രട്ടറി നിഷേധിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരിത് നിഷേധിക്കുന്നില്ല. അപ്പോൾ നിഷേധിക്കാത്തത് കൊണ്ട് ഇതൊക്കെ സത്യമാണെന്ന് ബാക്കിയുള്ളവർ അംഗീകരിച്ചോളണം. അതാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നിർബന്ധിച്ച് മതം മാറ്റൽ ലഹള സ്ഥലങ്ങളിൽ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെപ്പറ്റി കോൺഗ്രസ് സെക്രട്ടറി പറയുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് മതം മാറ്റൽ കഥ വെറും കെട്ടുകഥയാണെന്നാണ്. ലഹള കഴിഞ്ഞ് 1 വർഷം ആകുന്നതിന് മുമ്പേ ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഈ ലഹളയ്ക്ക് ഇരകളാക്കപ്പെട്ട ആളുകളൊക്കെ ജീവനോടെ ഉള്ള സമയത്താണ് ഇതിൻ്റെ തിക്താനുഭവങ്ങളൊക്കെ അനുഭവിച്ച ആളുകൾ അവരുടെ ആ മുറിവൊന്നും കരിഞ്ഞു തുടങ്ങിയിട്ട് പോലും ഇല്ലെന്ന് ഓർക്കണം. അങ്ങനെയുള്ള ആളുകളൊക്കെ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് അതിനെ നിഷേധിച്ചുകൊണ്ട് ഇവന്മാർ പത്രങ്ങളിൽ സംവാദം നടത്തുന്നത്. ഇത് ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങ് വിശ്വസിച്ചിട്ടെന്നുള്ളൊരു തള്ളാണ്. കാരണം ഇത് മലബാർ പ്രദേശത്ത് നടന്ന സംഭവമാണിത്. തമിഴ്നാട്ടിലോ കർണാടകയിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലുള്ളവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടല്ലോ. കേട്ടറിവ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ വായിച്ചറിവൊക്കെ ഉള്ളൂ. അപ്പോൾ ഹിന്ദു പത്രം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പത്രമായതുകൊണ്ട് അത് വായിക്കുന്ന ആളുകൾ, പുറമേയുള്ള ആൾക്കാർക്ക് ഇത് വായിക്കുമ്പോൾ ഇവർ പറയുന്നത് ശരിയാണ്, അവിടെ അങ്ങനെ മുസ്ലിങ്ങൾ അങ്ങനെ നിർബന്ധിച്ചും ആരെയും മതം മാറ്റിയിട്ടൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ ഒരുത്തനായിക്കോട്ടെ, അതാണ് ഇവരുടെ ചിന്ത. അങ്ങ് ചുമ്മാ തള്ളുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു അത്ര ഇവർക്ക് ബോണസാണല്ലോ അത്. കാരണം പക്കാ നുണയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ തള്ളിയപ്പോഴാണ് നിർബന്ധ മതം മാറ്റം നടത്തിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് സെക്രട്ടറിക്ക് പറയേണ്ടി വന്നത്. അദ്ദേഹം അത് പറഞ്ഞപ്പോഴാകട്ടെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തെ കല്ലെറിഞ്ഞ് ആക്രമിക്കുകയാണ്, പിന്നെ വധഭീഷണി നിറഞ്ഞ ഊമക്കത്തുകൾ അയക്കുകയാണ്, പിന്നെ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പോലും ഒരു അവസരം കൊടുക്കാത്ത വിധം ഒരു കൂക്കിയിരുത്താൻ നോക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് സെക്രട്ടറിയുടെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ മറ്റ് സാധാരണക്കാരായ ആൾക്കാരുടെയൊക്കെ കാര്യം പറയേണ്ടതുണ്ടോ? സാധാരണ ഹിന്ദുക്കളുടെ കാര്യം പറയേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരുത്തിനകത്ത് എഴുതിയിരുന്നെങ്കിൽ അവനെ വെട്ടി കണ്ടം തുണ്ടമാക്കി കളഞ്ഞ ഇവന്മാർ. അപ്പോൾ അതുകൊണ്ടാണ് ആസൂത്രിതമായ ഒരു ഹിന്ദു വംശഹത്യ നടന്നിട്ടും അക്കാലത്ത് എഴുത്തും വായനയും അറിയാവുന്ന ഭൂരിപക്ഷ ഹിന്ദുക്കളും തങ്ങൾ ദൃക്സാക്ഷികളായ, തങ്ങൾ അനുഭവിച്ച, തങ്ങൾ ഇരകളാക്കപ്പെട്ട ഈ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ചരിത്രം അവർ പുസ്തക രൂപത്തിൽ എഴുതി വയ്ക്കാതിരുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്ന് ചരിത്രം രേഖപ്പെടുത്തി വയ്ക്കുന്നതിൽ നിന്നും ഈ ഹിന്ദുക്കളെയൊക്കെ ഇങ്ങനെ തടഞ്ഞ മുസ്ലിങ്ങളുടെ പിൻഗാമികളാണ് ഇന്ന് മലബാർ ജിഹാദിലെ വില്ലന്മാരിൽ ഒരാളായിരുന്ന ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ നായകനാക്കി സിനിമയെടുത്ത് മലബാർ ജിഹാദിൻ്റെ യഥാർത്ഥ ചരിത്രം തമസ്കരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഇവരുടെ പദ്ധതി കണ്ടോ? ഇന്ത്യയെ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റാനുള്ള ഇവരുടെ ദീർഘകാല പദ്ധതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? യഥാർത്ഥ ചരിത്രം രേഖപ്പെടുത്തി വെക്കാതിരിക്കാൻ വേണ്ടി ആ തലമുറയിലുള്ള മുസ്ലിങ്ങൾ എല്ലാ വൃത്തികെട്ട കളികളും കളിച്ചു. അത് രേഖപ്പെടുത്തി വയ്ക്കാൻ ശ്രമിച്ചവരെയൊക്കെ ഭീഷണിപ്പെടുത്തി, പല വിധത്തിലുള്ള സമ്മർദ്ദം ചെലുത്തി, ഊമക്കത്തുകൾ അയച്ച് അവരുടെ വീടുകളെ ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ട് അവരെ നിശബ്ദരാക്കി. അങ്ങനെ അധികം പേരെ കൊണ്ട് ഇത് എഴുതിപ്പിക്കാതെ ഈ സംഗതി മറച്ചു വയ്പ്പിച്ചു. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ അറിയുമ്പോൾ അത്ഭുതപ്പെടുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ പണ്ടേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. ആ ദൃക്സാക്ഷികളായ ആൾക്കാർ അവർക്ക് അത് രേഖപ്പെടുത്തി വയ്ക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കളി അവർ കളിച്ചു. അത് കഴിഞ്ഞ് കാലം കുറച്ച് മുന്നോട്ട് പോന്നു. 100 വർഷമായി കഴിഞ്ഞപ്പോൾ 4ാമത്തെ തലമുറയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോണ്ട് അന്നത്തെ ആ വില്ലന്മാരുണ്ടല്ലോ അവരെ നായകന്മാരാക്കിയും അന്നത്തെ ഇവരുടെ ഇരകളെ ബ്രിട്ടീഷുകാരുടെ പാദസേവകരാക്കിയും പുതിയ ചരിത്രം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇവന്മാർ. അതായത് ആ തലമുറയിലുള്ള ഒരു ചരിത്രം രേഖപ്പെടുത്തി വയ്ക്കുന്നത് തടഞ്ഞു. അപ്പോൾ ഭൂരിഭാഗം പേർക്കത് അറിയാതെയായി, ആ വിഷയത്തെക്കുറിച്ച് വലിയ അറിവില്ലാതെയായി. പിന്നെ ഒരു 100 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പുതിയ ചരിത്രം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഇനി അടുത്ത തലമുറയിൽ എങ്ങനെ ചരിത്രം ഉണ്ടാക്കുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അടുത്ത തലമുറയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ മലബാർ ജിഹാദിൽ മുസ്ലിങ്ങളുടെ കയ്യാൽ കൊല്ലപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അതായത് ഇവരുടെ ഈ ജിഹാദിൻ്റെ ഇരകൾ, ആ ഇരകളെയൊക്കെ വില്ലന്മാരാക്കി മാറ്റിക്കൊണ്ടുള്ള ചരിത്രമായിരിക്കും ഇവരടുത്ത തലമുറയിൽ പുറത്തെടുക്കാൻ പോകുന്നത്. മാത്രമല്ല മലബാറിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും കയ്യാൽ കൊല്ലപ്പെട്ട പാവപ്പെട്ട മുസ്ലിങ്ങൾ, അവരാൽ വേട്ടയാടപ്പെട്ട പാവപ്പെട്ട മുസ്ലിങ്ങളുടെ കഥകളൊക്കെ ആയിരിക്കും ആ തലമുറയിലുള്ളവർ കേൾക്കാൻ പോകുന്നത്. അതിനും ഓശാന പാടാൻ നട്ടെല്ലിന് ബലമില്ലാത്ത ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആ കാലത്തും ഉണ്ടാകും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ വാര്യംകുന്നൻ ഹിന്ദു പത്രത്തിൽ എഴുതിയെന്ന് പറയപ്പെടുന്നൊരു കത്തെടുത്ത് വച്ചിട്ടാണ് ഈ സുനിതാ ദേവദാസ് അടക്കം കുറേ എണ്ണം വാര്യംകുന്നനെ ന്യായീകരിക്കാൻ വരുന്നത്.
സുബോധം എന്ന് പറയുന്ന സാധനം 7 അയലത്തിൽ കൂടി പോയിട്ടില്ലാത്ത ഇവരൊക്കെ എങ്ങനെയാണ് പത്രപ്രവർത്തകയായതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ കത്തിൻ്റെ ആധികാരികത അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ്. അത് പോട്ടെ, അതിൻ്റെ ആധികാരികത ഇനിയിപ്പോൾ നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കുകയാണ്, അത് വാര്യംകുന്നൻ തന്നെ എഴുതിയതാണെന്ന് നമുക്കങ്ങ് സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ആ കത്തിന് എന്ത് വിലയാണ് ഉള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ജയിലിൽ കിടന്നുകൊണ്ട് അജ്മൽ കസബ് തൂക്കിക്കൊല്ലപ്പെടുന്നതിന് മുമ്പ് അജ്മൽ കസബ് താൻ നിരപരാധിയാണെന്നും പറഞ്ഞ് ഇന്ത്യ ടുഡേക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിനോ ഒരു കത്തയക്കുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം അജ്മൽ കസബ് നിരപരാധിയായിരുന്നു എന്നാണോ? അങ്ങനെയാണോ അർത്ഥം? കുറ്റവാളികൾ എപ്പോഴും സ്വന്തം ഭാഗം ന്യായീകരിച്ച് മാത്രമേ സംസാരിക്കൂ എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇവർക്കൊന്നുമില്ലേ? ഇല്ലേ? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കത്ത് എഴുതിയതുള്ളത് സത്യമാണെങ്കിൽ തന്നെ ആ കത്തിന് ഒരു വിലയുമില്ല. കാരണം ഇയാൾ കുറ്റവാളിയാണ്. അയാളെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, തന്നെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. സ്വാഭാവികമാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാതെയാണ് ഇവന്മാർ ഈ ഹാജിയാരെയൊക്കെ ന്യായീകരിക്കാനായിട്ട് വരുന്നത്. പിന്നെ വേറെ ചില ആൾക്കാർ സ്വരാജ് അടക്കം നിയമസഭയിൽ പ്രസംഗിക്കുന്നത് കേട്ടു. കുഞ്ഞഹമ്മദ് ഹാജി തൻ്റെ അധീനതയിൽ വന്ന ഭൂപ്രദേശത്തിന് മലയാളനാട് എന്ന പേരാണ് ഇട്ടതെന്നും പറഞ്ഞ് അതിൻ്റെ ക്ലിപ്പൊക്കെ വെച്ചിട്ട് കുറേ എണ്ണം സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. അത് വേറൊരു തഖ്യയാണ്. മലയാളനാടെന്ന് മലയാള രാജ്യം എന്നൊന്നല്ല പേരിട്ടിരുന്നത്. അദ്ദൗള എന്നാണ് അയാൾ തൻ്റെ കയ്യിൽ വന്ന തൻ്റെ അധികാരത്തിന് വന്ന ആ ഭൂപ്രദേശത്തിന് അയാൾ പേരിട്ടത് അദ്ദൗള എന്നാണ്. അതിൻ്റെ അർത്ഥം വിശുദ്ധ രാജ്യം എന്നാണ്. ആ വിശുദ്ധ രാജ്യം എന്ന് പറഞ്ഞ് അയാളിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധ നാട് എന്ന് പറഞ്ഞിട്ടിരുന്ന ആ ഇതിനെയാണ് ഇവർ ഇന്ന് മലയാള നാട് അല്ലെങ്കിൽ മലയാള രാജ്യം എന്നൊക്കെ ഇവന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. വിശുദ്ധ രാജ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് അള്ളാഹുവിൻ്റെ രാജ്യം എന്ന നിലയിലാണ് കുഞ്ഞഹമ്മദ് ഹാജി വിഭാവനം ചെയ്തത്. അതായത് മുസ്ലിങ്ങൾ 1-ാം തരം പൗരന്മാരും അമുസ്ലിങ്ങൾ 2-ാം തരം പൗരന്മാരുമായ ധിമ്മികളായ ഖുർആനിലും ഹദീസുകളിലൊക്കെ കാണുന്ന അള്ളാഹുവിൻ്റെ രാജ്യമുണ്ടല്ലോ, ആ രാജ്യമാണ് കുഞ്ഞഹമ്മദ് ഹാജി ഇവിടെ സ്ഥാപിക്കാൻ നോക്കിയത്. അതെങ്ങാനും നടന്നിരുന്നെങ്കിൽ, ബ്രിട്ടീഷുകാരത് അടിച്ചമർത്താതെ ശരി ഈ ഭാഗം പോകുന്നെങ്കിൽ പോട്ടെ എന്നും പറഞ്ഞ് ഈ ഭാഗം അങ്ങ് വിട്ട് കളഞ്ഞിരുന്നെങ്കിൽ ഇന്നിവിടെ ഈ സംസാരിക്കാനിരിക്കുന്ന ഞാനും കേൾക്കാനിരിക്കുന്ന നിങ്ങളൊക്കെ മുസ്ലിങ്ങളായിരുന്നതാണ്. ഞാൻ ഇങ്ങനൊരു വീഡിയോയെ ഇറങ്ങില്ലായിരുന്നു. കാശ്മീർ പോലെ ഇവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായേനെ ഇവിടെ ഒരു ഹിന്ദുവിനെ പോലും കണി കാണാൻ കിട്ടുകയില്ലായിരുന്നു. ഈ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഹദീസിലും ഖുർആനിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഒരു രാജ്യം, വിശുദ്ധ രാജ്യം, അതെങ്ങനെയാണ് മലയാള നാടാകുന്നത് അല്ലെങ്കിൽ മലയാള രാജ്യമാകുന്നത് എന്ന് പറഞ്ഞുതരാവും. മുൻപ് പലവട്ടം പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. ഈ നാട്ടിലെ ഇസ്ലാമിൻ്റെ ചരിത്രം ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് അഭിമാനിക്കാൻ ഉതകുന്ന രീതിയിലുള്ളതല്ല. അത്ര കൊടും പാതകങ്ങൾ ഇന്നത്തെ അമുസ്ലിങ്ങളുടെ പൂർവികരോട് ഇന്നത്തെ മുസ്ലിങ്ങളുടെ പൂർവികർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള ഇസ്ലാമിൻ്റെ പ്രവേശനം തന്നെ കൊള്ളകളുടെയും കൊലകളുടെയും ചരിത്രമാണ്. അംബേദ്കർ അത് പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന പ്രബന്ധത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനെ സംബന്ധിച്ചൊരു വീഡിയോ പുറകെ ദൈവം അനുവദിച്ച പുറകെ വരുന്നതാണ്. ഒരു വീഡിയോ അല്ല, വീഡിയോ പരമ്പര പുറകെ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വികൃത ഭൂതകാല സ്വന്തമായിട്ടുള്ള മുസ്ലിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ആ ഭൂതകാലത്തെ അംഗീകരിക്കുകയും അന്നുള്ള ഞങ്ങളുടെ പൂർവികർക്ക് തെറ്റുപറ്റിപ്പോയെന്ന് സമ്മതിക്കുകയും ഭാവിയിൽ നമുക്കിങ്ങനെയൊന്ന് ആവർത്തിക്കാതിരിക്കാൻ നോക്കാം എന്ന് പറയുന്നതുമാണ്. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ നിങ്ങളെ വിശ്വാസത്തിലെടുക്കുകയെങ്കിലും ചെയ്യും. കാരണം തെറ്റ് സമ്മതിച്ചിരിക്കുന്നു, അവരെന്നെ ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല. ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള വഴി നോക്കാമെന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറയുന്നു. അപ്പോൾ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് അവർക്കും ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കും ഇത് ആവർത്തിക്കണമെന്ന് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സഹവർത്തിത്വം സാധ്യമാകും അവിടെ. അതിനു പകരം ഞങ്ങളുടെ പൂർവികരെ കൊന്നുമുടിച്ച അന്നത്തെ ക്രൂരന്മാരായ കൊലയാളികളെ മഹത്വവൽക്കരിക്കുകയും അവരെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി അവരുടെ കയ്യാൽ കൊല്ലപ്പെട്ട നിരപരാധികളായ ഞങ്ങളുടെ പൂർവികരെ രാജ്യദ്രോഹികളായി നിങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾ നിശബ്ദരായിരിക്കുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട. അത് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. നിങ്ങളുടെ പൂർവികരുടെ മതഭ്രാന്തവും വർഗീയതയും അത്യാർത്തിയും കാരണം കൊല്ലപ്പെട്ട നിരപരാധികളായ ഞങ്ങളുടെ പൂർവികർക്ക് മരണശേഷവും നീതി നിഷേധിക്കപ്പെടുന്നത് കാണുമ്പോൾ, മരണശേഷവും അവരെ രാജ്യദ്രോഹികളാക്കി നിങ്ങൾ ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ എങ്ങനെ മിണ്ടാതിരിക്കും? ഞങ്ങളെങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത്? ഞങ്ങളുടെ ജീവനെ പേടിച്ച് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഞങ്ങളങ്ങനെ മിണ്ടാതിരിക്കുകയൊന്നുമില്ല. ഏതായാലും ചരിത്രത്തെ വക്രീകരിച്ചു കൊണ്ടുള്ള ഇത്തരം ആഭാസങ്ങളെ എതിർക്കേണ്ട കടമ
മലബാർ ജിഹാദിൻ്റെ കാലത്ത് കൊല്ലപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ ജനതയുടെ പിൻഗാമികൾക്കുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ പരമ്പര ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ഈ കൊറോണ കാലത്ത് നമ്മളെയെല്ലാം സത്യദൈവവും നിത്യജീവനുമായ യേശു ക്രിസ്തു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ പൊന്നു തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.